വടി. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റും. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒലിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കബഡി കളിക്കുന്നതുപോലെ വളവളാന്നുള്ള ശരീരം മതി. ചെസ്സിന് ബുദ്ധി വേണം. ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നതാ നീ ഇങ്ങനെ വിളിച്ചോ. എന്താ വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോടാ അവിടുന്ന്. ചെസ് മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടും. അമ്മ വല്ലതും തിന്നെ എടുത്തു വയ്ക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിലോ ഇവിടെ ഇരിക്കുന്നേ? അമ്മയുടെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ? അച്ഛൻ ആർക്ക് വേണ്ടിയാ കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു. ആന ചരിഞ്ഞു. എന്തായി എന്തായി എന്തായി? വസു, അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കം വിളിച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ? ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. കളി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ? നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തിന് എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. സമ്മതിക്കാൻ ഒരു അന്തസ് വേണം. ഞാൻ നോക്കുന്ന നീ അടിയാണോ? എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ ഇവിടെ ചോര നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. എന്നാ പോവാ. നിക്കടി എവിടെ? എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പഴിനെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പഴിനെ അറിയത്തില്ലേ?
എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനുമായിട്ട് നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ഏ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. ആ. മനസ്സിലെത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പൂട്ടാ, അപ്പൂട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും. അതിന്റെ കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്? നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ആ കാണാം. പോടാ, പോടാ. ദോണ്ട് ഇവിടെ, ദോണ്ട് അവിടെ. അയ്യോ, നീരുണ്ടല്ലേ? ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ഇതൊക്കെ നിനക്ക് അവനെ വിളിച്ച് ജയിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പം ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പൂ വേണമെന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ച് തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടിനെ അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ? ഇപ്പഴേ അടിമയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നതല്ല അവന് ദേഷ്യം. അശോകേട്ടന് വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി. എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞു. എന്നാ പറിച്ചോ. ഒരു ഉപദേശി. എടാ അപ്പുകുട്ടാ, ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകുട്ടന്റെ ജീവിതം നലിച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോവില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല.
എടാ അപ്പുകുട്ട നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷികം തരാം. എന്റെ സൈക്കിൾ പോടാ. എടാ ശില്പ, അടിച്ചവന്റെ 2 കാലുകൾ ഓടിക്കടാ. നിന്നെ ഞാൻ എടാ, അവനെ പിടിച്ചോ. അയ്യോ, എന്നെ പിടിച്ച്. അയ്യോ, അയ്യോ, ഞാൻ കാണിച്ചേ. അശോകനും അതവന്റെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. അയ്യോ അടി അടി ഓടിക്കോടാ. ഞാനല്ല അവരെ എന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞോളൂ. താനും പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവനാ. അപ്പുകുട്ടാ അപ്പുകുട്ടന്റെ അപ്പുകുട്ടാ ആരാ അത്? അയ്യോ അവിടെ നിൽക്കാ. നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാം. ഒരു അർജന്റ് കാര്യമുണ്ട്. എടാ അപ്പുകുട്ടാ ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ എന്നെ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. ആഹാ, അത് ശരി. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂലല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കിടണം. അയാൾ ഇനിയും നാണം ഇനി കെടും. അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റിയില്ല. വേണ്ട. അതുകൊണ്ടാ ആ. നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. വാ. ഞാൻ പൊക്കോ. പോകാം. അയ്യോ, പൊക്കോ, 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 പൊക്കോ. അയ്യോ, അയ്യോ. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ? ആ, സൈക്കിൾ വാ. എടുക്കടാ. പോട്ടെ. ഏ? അയ്യോ എന്റെ അമ്മോ, എന്തൊരു വലിയ വീട്. കുട്ടിമാമ നല്ല കാശുള്ള നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തത്. തുറക്കും. കുട്ടിമാമ. ഛെ, അത്. കുട്ടിമാമ. ആ കുട്ടിമാമ. എന്താ എന്താണ് ഓർമ്മ? कोई मौला आ रहा था। ഭ്രാന്തനോ? കുട്ടിമാമ. മനസ്സിലായില്ലോ. ഞാൻ അശോകൻ. അശോകനോ? കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. ऐसे കുട്ടിയമ്മ के बानू को कौन से हो? ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ടോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ. പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ? കുട്ടിയമ്മ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്ത് വേണം? വാട്ട് ഡു യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തേടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക. എന്താ നിന്നെ അല്ലടാ മോനെ അശോക. അശോകൻ കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ട നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകുട്ടനെ
ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ടൻ നീ വിളച്ചെടുക്കണ ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ, ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. കുട്ടിമാമ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. ഡാ, നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ 2 കൈ വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. കുട്ടിമാമ അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്. മാറുന്നില്ലേ? അശ്വതി ഇയാൾ ഇവിടെ വന്നോ? മോള് ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്നെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ല അത്. അമ്മ അവൻ ഇനി ഇതിൽ ഇടപെടണ്ട. ഞാൻ അവനെ കൈകാര്യം മാറിയില്ല. ആരിശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ചാ കളി പഠിപ്പിക്കും. ഔട്ട്, ഇറങ്ങി കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന് ആൾമാരെടുത്തിടത്തിന്റെ കാര്യം എന്താ? മോഷ്ടിക്കാൻ. അല്ല എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ അശോക? മോഷണ സ്ഥാനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് ഏതായാലും സത്യമറിയാൻ സുമതിയടത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്ന് അറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടിമാമ. അശ്വതി എന്തേ? അശ്വതി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അശ്വതി? എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കതിനയില് വെള്ളം കോരി ഒഴിച്ചു. എന്തിന്? എന്നോടുള്ള വാശി തീർക്കാൻ. കഥ ഇതുവരെ തീർന്നില്ലേ? എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല. അതിങ്ങനെ മഹാഭാരതം പോലെ കാണ്ടായിട്ട് കിടക്കുകയില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞ് തീരില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, ബാക്കി നാളെ പറയാം. സീരിയലായിട്ട് പറഞ്ഞ എന്റെ ത്രിൽസ് ഉണ്ടാവില്ല. ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന്റെ. ഞാൻ പോട്ടെ, പ്രൊഫസർ വെയിറ്റ് ചെയ്യാണ്. അശ്വതി അശോകേട്ടൻ പോകുന്നില്ലേ? പറഞ്ഞുകൊണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്നത് എങ്ങനെയാ? നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? പടകോളിച്ചണ്ടി മത്സരം. അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന്. പട്ടം പറത്തൽ, ചെസ്, കബഡി, തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. കുറെ നേരം കൊണ്ട് അശോകേട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ? ഏതോണ്ട് അവനെ പൊലിക്കും. എന്നിട്ട് എന്നിട്ടെന്താ? മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിൽ. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം മത്സരമായിരുന്നോ? ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? അശോകേട്ടൻ പറഞ്ഞോളൂ. എന്റെ താളബോധവും അക്ഷരസ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കെട്ട് വീണത്? അശോകേട്ടൻ എന്തിനാ പൊക്കിക്കൊണ്ടുപോയത്? വിജയശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. ഓ, അത് ശരി. ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണേ ഞാനും കൂടെ വരാം. വേണ്ട. ബൈ ബൈ. പടകാടിച്ചണ്ടി ചങ്കരി വർക്കലി മാർക്കലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കണ്ണിയണം. എന്ത് നിർത്തി കളഞ്ഞത്? മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടനെന്ന പേരിൽ തന്നെ കയറാനാ വന്നത്.
ബെല്ലടിച്ചു. കുട്ടിമാമ കഥവ് തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പിൽ നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പിൽ ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? ആ, അതാണ് കാര്യം. ആ. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇടാ കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ തരാം. എടാ ഞാൻ കേറിയ നീ താനെ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. തല ഇവിടെ ഇരിക്കുമ്പോ വാലിരുന്ന് അനങ്ങല്ലടാ. ചെക്ക്, ചെക്ക്. ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ. നല്ല വിലയാ. ഇവിടെ കിടന്ന് മോഷണവും ആൾമാറാട്ടമായി നടക്കാതെ കയ്യിലുള്ള കാശ് തരുന്നതിന് മുമ്പ് നാട്ടിൽ പോവാൻ നോക്കണോ അച്ഛനെ? ഞാൻ പോവാം. പക്ഷെ അവിടെ ചെന്നാ കുട്ടിയമ്മ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന് പറയേണ്ടി വരും. അത് മതി അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ. കുട്ടിയമ്മ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക്. മനസ്സിലായി. നീ സുമതിയടുത്തിയുടെ മകൻ തന്നെയാന്നല്ലേ പറഞ്ഞു വരുന്നത്? എന്താ ഇത്ര സംശയം? ആ, എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ സുമതിയടുത്തേക്ക് എഴുതിയിട്ടുണ്ട്. മറുപടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത് മതി. കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നുഴഞ്ഞു കയറണം എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം. പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അതെന്താ? കുട്ടിമാമയുടെ വീട്ടിൽ എന്റെ പേരിൽ കഴിയുന്നവനുണ്ടല്ലോ അപ്പുക്കുട്ടൻ, അവൻ ജന്മനാ കള്ളനാ. ജന്മനാ അന്ധനും ബധിരനും എന്നൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യം കേൾക്കുക. എന്നാൽ ഇതൂടെ കേട്ടോ, അവനെ പ്രസവിച്ചപ്പോഴേ അവൻ നഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോന്നത്. കുട്ടിമാമയുടെ വീട്ടിൽ അലാറം ടൈം പീസ് ഉണ്ടോ? എങ്കിൽ അത് പോക്ക. പേന, AC, TV, മിക്സി, ഫ്രിഡ്ജ്, കാറ് എല്ലാം അടിച്ചു മാറ്റും. വേണേ കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും. കുട്ടിമാമ ഡോൾമമ്മായി ഒരു ചായ. ध्यान देखी को तीचे कैसा खा പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരായം ചോദിച്ചില്ലല്ലോ. किया रे അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തിയ കത്തി. ഹെൽപ്പ് ഹെൽപ്പ്. പൈ ലിപ്സ്, രസ്യം മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ടടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. ആ, നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഓൾമ, ഉം. അടുക്കളയിലുള്ള സ്പൂണിന്റെയും പാത്രത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെയ്. किनु അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ.